നിങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിൽ സ്കൂളിൽ 2ലും 3ലും 5ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അതിന്റെ മുകളിലേക്കില്ലല്ലോ, LP UP ആണ്. ഈ സമയത്ത് ആ കുട്ടിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് മദ്യം കിട്ടിയത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കള്ള് കിട്ടിയത്? അപ്പോൾ ആ കുട്ടികളെ മറുപടി, ഞങ്ങൾക്ക് കള്ള് കിട്ടിയത് അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ പിതാവ് കുടിച്ച് ബാക്കി വെച്ച ബോട്ടിലിൽ കുപ്പിയിൽ അല്പം മദ്യം ഉണ്ടാവും, 1-2 തുള്ളികൾ ഉണ്ടാവും, അത് ഞങ്ങൾ രുചിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ ഉപ്പ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ മുമ്പിൽ പോയി ഇങ്ങനെ തൊള്ളാട്ടി നിൽക്കുന്ന സമയത്ത് ഉപ്പ ഞങ്ങൾക്ക് കുറച്ച് തൊള്ളേക്ക് പാർന്നു തരും, ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഉപ്പ കൊണ്ടുപോയി വെച്ചത് ഒരു സ്ഥലത്ത് ഉപ്പാക്ക് കുടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയി വെച്ചത് അത് കാണാതെ ഞങ്ങൾ എടുത്ത് രുചിച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കുട്ടികൾ മറുപടി പറഞ്ഞത്. പിന്നീട് ആ കുട്ടികൾ പറയുന്നു, അതിനുശേഷം ആ ഒരു തുള്ളി 1-2 തുള്ളികൾ മദ്യം ഞങ്ങൾ രുചിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്നീട് എന്നും ഇത് കിട്ടാൻ ആഗ്രഹമായി. അങ്ങനെ ഞങ്ങളത് കിട്ടുന്ന മുതിർന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ യഥേഷ്ടം ഞങ്ങൾ മദ്യം കുടിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്ന് ആ ചെറിയ കുട്ടികൾ ഈ ക്ലാസ്സിൽ വെച്ച് ഈ പഠനത്തിൽ വെച്ച് മറുപടി പറഞ്ഞപ്പോൾ അവര് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തിന്റെ അവസ്ഥ അതാണ്, കേരളത്തിന്റെ അവസ്ഥ. ചെറിയ കുട്ടികൾ വരെ മദ്യത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാനവികതയെ ഉണർത്തുന്നു എന്ന് പറഞ്ഞ് മനുഷ്യനെ ഉണർത്തുന്നു. മനുഷ്യൻ കള്ളുകുടിയിലേക്ക് പോകാൻ പാടില്ല, മനുഷ്യൻ ദൂർത്തിലേക്ക് പോകാൻ പാടില്ല എന്ന ഈ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത്. അവിടെയാണ് അതിന്റെ ആ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു സംഭവം, നമ്മൾ ഇതൊക്കെ പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ക്ലാസ് കൊണ്ട് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെയാണ്, ഉമ്മമാരെയും പെങ്ങന്മാരെയും തുടങ്ങി സ്ത്രീകളെയാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ എളാങ്കാവ് CM നഗറിൽ മാത്രം നടക്കുന്ന പരിപാടിയല്ല. ഈ കേരള യാത്രയോടനുബന്ധിച്ച് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും മുഴുവൻ കേന്ദ്രങ്ങളിലും ഇങ്ങനെ ഓരോ മഹല്ലിൽ ഓരോ കൂട്ടായ്മകൾ സംഘടിപ്പിക്കണമെന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വം നമ്മോട് പറഞ്ഞതിനനുസരിച്ചാണ് നാം ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുത്ത കാരണത്താൽ നമുക്ക് ആഖിറത്തിൽ ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. കാരണം നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ നമ്മോട് പറഞ്ഞ കാര്യം നാം നിറവേറ്റുന്നു എന്ന് മാത്രം. അപ്പൊ അതിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികമായും നാം പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് വലിയ നേട്ടങ്ങളുണ്ടാവും. അപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത്, രണ്ടാമത് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായിട്ട് ഒരു പഠനം വന്നു. അതൊക്കെ നമ്മൾ പത്രത്തിൽ മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി ഒരു പഠനം നടത്തി. അതായത് കോഴിക്കോട് ആ പരിസരങ്ങളിൽ ബൈക്ക് മോഷണം, ബൈക്ക് അതേപോലെ കമ്പ്യൂട്ടറുകൾ, ഇത് ധാരാളമായി മോഷണം പോകുന്നു, കളവ് പോകുന്നുണ്ട്. ഈ കളവ് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അവര് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള വലിയ ആളുകളും അതിനെതിരെ ചിന്തിക്കുകയും അങ്ങനെ ഈ കള്ളന്മാരെ, ഈ ആളുകൾ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അന്വേഷണം നടത്തുകയും അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ 70ഓളം കുട്ടികളെയാണ് ആ കേസിൽ പിടിക്കപ്പെട്ടത്. വലിയ മനുഷ്യന്മാരല്ല, 15ന്റെ അടിയിലേക്ക് പ്രായമുള്ള 70ഓളം കുട്ടികൾ ബൈക്ക് മോഷണത്തിലും കമ്പ്യൂട്ടർ മോഷണത്തിലും പിടിക്കപ്പെട്ടത്. 70 കുട്ടികൾ. ഈ സമയത്ത് ഈ കുട്ടികളോട്, കാരണം അവരെ കള്ളന്മാരെന്ന് വിളിക്കാൻ പാടില്ല, അവരെ തസ്കരന്മാരെന്നോ നിങ്ങൾ മോഷണം നടത്തിയെന്നോ അവരോട് പറയാൻ പാടില്ല. കാരണം അവര് 15 വയസ്സിനടിയിലേക്കാണ്. ഇന്ത്യയുടെ നിയമം അവർക്ക് ബാധകമാകണമെങ്കിൽ 18 വയസ്സാവണമല്ലോ. അപ്പൊ അവരെ ജയിലിൽ കൊണ്ടുപോയിടാൻ പറ്റൂല. അപ്പൊ അവരെ കള്ളന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ അവർ കളവാണ് നടത്തിയത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പൊ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ടാവും, ഞങ്ങൾ മുതിർന്ന കുട്ടികളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, വലിയ കോളേജിലും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ആ കുട്ടികൾ ഞങ്ങൾക്ക് ഒരു മരുന്ന് ഇടയ്ക്കിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്, ഗുളികകൾ അതേപോലെ മറ്റുള്ള മരുന്നുകൾ. ഇങ്ങനെ തുടങ്ങിയത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസം അനുഭവപ്പെടുന്നുണ്ടോ? കാരണം മയക്കുമരുന്നാണ്. ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഈ 15 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് അവര് രുചിക്കാൻ കൊടുക്കുകയാണ്. അപ്പൊ ആ കുട്ടികൾ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരുപാട് അവർ കൊണ്ടുവന്ന് രുചിച്ചു. അവസാനം അവര് തരാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാശ് ഞങ്ങളെ കയ്യിലില്ല. ഉപ്പയോട് പോയി ചോദിക്കാൻ പറ്റുകയില്ല, വീട്ടിൽ നിന്നും ചോദിക്കാൻ പറ്റൂല. ഈ സമയത്ത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഏർപ്പാടാണ് മോഷണം. ആ മോഷണത്തിന് അവര് രംഗത്തിറങ്ങി. അപ്പൊ